6 വർഷത്തെ ഇടവേള കഴിഞ്ഞ് ഇന്ദുചൂടൻ നിർത്തണം. ഓവർ സ്മാർട്ട് ആവുന്നൊന്നല്ല, ഗതികേട് കൊണ്ടാ. അപ്പൊ തുടങ്ങാല്ലേ? ഹര ഹരോ ഹര. വലതുകാൽ മുന്നോട്ട് വെച്ച് ആര് വരരുത്. ഇനി ഓരോരുത്തർ കൈകൾ മുന്നോട്ട് വെക്കൂ. മോളെ ശകലം കൂടെ ഇങ്ങനെ ഇങ്ങനെ ഇക്കട്ടെ. അല്ല ആഹാ സ്റ്റാർ മാജിക്കിന്റെ ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ ഒരു കളർഫുൾ പെർഫോമൻസോട് കൂടിയിട്ടാണ്. ദുർഗ, നമുക്ക് എന്താണ് ഇൻട്രോയിൽ ഒരു കളർഫുൾ പെർഫോമൻസ് കൊടുക്കാൻ പറ്റുക? കുറച്ച് പൂവാരി അങ്ങ് എറിഞ്ഞാലോ? ഇവന്റെ കോമഡി കണ്ട ചിരിച്ച് പൊങ്കാലായിട്ട് അടിച്ചു കൊല്ലാൻ തോന്നുന്നു. മിണ്ടരുത്. അപ്പൊ എങ്ങനെ തുടങ്ങിയതല്ലേ? അഞ്ചാറ് എപ്പിസോഡായിട്ട് ശ്രീവിദ്യ ഉണ്ടോന്ന് നമുക്ക് ഭയങ്കര സംശയം. പക്ഷേ ഇന്ന് എന്റെ ഒരു സ്പെഷ്യൽ ഡേ ആണ്, ഭയങ്കര സ്പെഷ്യൽ ഡേ ആണ്. അതെ, ഹാപ്പി മാരീഡ് ലൈഫ് വിഷസ്. അയ്യോ ചെക്കനില്ല. പിന്നെ ഞാൻ വല്ലതും പറയൂട്ടോ. ചെറുക്കന്റെ അച്ഛനെയല്ലേ ചോദിച്ചേ? ചെറുക്കനെയാ ചോദിച്ചേ? ചെറുക്കന്റെ അച്ഛനെയല്ലേ ചോദിച്ചേ? ചെറുക്കനെയാ ചോദിച്ചേ? പക്ഷെ എന്താ പറയാ, ഞാൻ ഈ പ്രോഗ്രാം കാണുന്നുണ്ട് കാരണം ഭയങ്കര ഫണ്ണാണ്. ഒരു ഇത്രയും എസ്പെഷ്യലി ഈ ബോയ്സിനൊക്കെ ഈ ഗേൾസ് എങ്ങനെ സഹിക്കണോ? ഒരു ഡയലോഗ് പറഞ്ഞില്ലായിരുന്നു? ആര് സഹിക്കുന്ന പറഞ്ഞേ? ആര് സഹിക്കുന്ന പറഞ്ഞു? ബോയ്സ് മതി 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 മതി. അതെന്താണ് എനിക്ക് മനസ്സിലായില്ല. നമ്മൾ ബോയ്സ് ആണ്. നമ്മൾ ബോയ്സ് ആണ്. ഫ്ലോറിൽ വന്നിട്ട് 5 കൊല്ലായി. ഇങ്ങനെ നിന്നിട്ടുണ്ടോ എപ്പോഴേലും? ഇതിനൊരു ഭാഗ്യം വേണം. മധുവിന്റെ കണ്ടകശരി തുടങ്ങി. ഒരിക്കലില്ല മധുചേട്ടൻ നല്ല സമയം പറഞ്ഞു കൊടുക്ക്. ചേട്ടൻ നാളെന്തുവാ? ചെറിയൊരു മുട്ടയിലൊരു ദാനം തരാൻ. ചെറിയൊരു മുട്ടയിലൊരു ദാനം തരാൻ. പാത്രങ്ങളിലൂടെ നമ്മൾ കാണുന്നു. ഞാൻ പേഴ്സണലി ഭയങ്കരമായിട്ട് റെസ്പെക്ട് ചെയ്യുന്ന ഒരാളാണ് ദിവചേച്ചി. എന്നെ കുറിച്ച് കുറച്ച് പൊക്കി പറഞ്ഞു. അതുപോലെ ഇങ്ങനെ ഒതുങ്ങിക്കൂടുന്ന ഒരു ക്യാരക്ടറായിട്ട് തോന്നിയിട്ടില്ല. ശരിക്കും റിയൽ ലൈഫിലും അത് തന്നെയാണോ? കാരണം ഇവിടെ എല്ലാവരും ഡാൻസ് ചെയ്യുന്ന സമയത്ത് ചേച്ചി പറഞ്ഞു ഞാൻ ഇതിന്റെ സൈഡിൽ പോയി നിൽക്കാം. പേരെന്താ പറഞ്ഞേ? പറഞ്ഞില്ല. ഞാൻ ചോദിക്കട്ടെ, ഇതിൽ എത്ര ആൾക്കാർ ബാക്ക് ബെഞ്ചർ ആയിരുന്നു? സ്കൂളിൽ പോയിട്ടില്ല, പിന്നല്ലേ ബാക്ക് ബെഞ്ച്. ഈ ബാക്ക് ബെഞ്ചിൽ വെച്ച് നിങ്ങൾ ഒപ്പിക്കണ പരിപാടീസ് എന്തൊക്കെയാ? പറഞ്ഞു കൊടുക്കണം. ബാക്ക് ബെഞ്ചിൽ ഏതാ, ഷാപ്പിലാണോ അതോ സ്കൂളിലാണോ? ഏതാ, ഷാപ്പിലാണോ അതോ സ്കൂളിലാണോ? ഹരിപ്പട്ട് എന്റെ വീട്ടിൽ ആവശ്യം പോലെ ഉണ്ട്. അത് പറഞ്ഞോട് അങ്ങോട്ട് മോള് പറ. ചോക്ലേറ്റ് അവിടെ കിടക്കുവാണല്ലോ. ബോളി പായസം. ഇതൊന്നും അല്ല. പിന്നെ ഉണ്ടാ കാണണോ? അരിയുണ്ടാ. ഇനി കൂടാണ് ലക്ഷ്മി ഇനി പവർ കൂടുകയാണ് മോനെ എന്ന് പറഞ്ഞപ്പോ ഷിയാസ് 3 ചുമ. ഈ കോമഡി ഗവൺമെന്റ് ഹോസ്പിറ്റലിലേക്ക് വിട്ടിരിക്കുന്നു. പരിപാടി കാണാറുണ്ട്, അടിപൊളിയാട്ടാ. അയ്യോ, ഈ പ്രായത്തിൽ കണ്ടത് ചാടി തുള്ളി പിള്ളേരുടെ ചെളിയിലും വെള്ളത്തിലൊക്കെ അടിപൊളിയാട്ടാ. ചേട്ടന്റെ പുലിമുരുകൻ സിനിമ ഞാൻ 2-3 വർഷം കണ്ടിട്ടുണ്ട് ചേട്ടനെ കാണാൻ വേണ്ടിട്ട്. എന്നിട്ട് കണ്ടുപിടിച്ച പുള്ളിനെ പ്രേക്ഷകർ കേൾക്കും. ഇല്ലെങ്കിൽ ഇങ്ങനെ നിൽക്കും. കുറുക്കൻ ചേരിക്കാർ അങ്ങനെ രണ്ടുപേരും നടുക്ക് അടുത്ത് നിൽക്കണേ. ഞാൻ നടുക്ക് നിൽക്കും. ജിത്തു നന്നായി പറയണേ. കോമഡി 2 സൈഡിലേക്കും പോട്ടെ. അതുകൊണ്ട് അത് വേണ്ട. 2 ആട്ടുംകുട്ടികൾക്ക് നടുക്കാണ് ചെന്നായി വരുന്നതാണ് സ്വാഭാവികമായിട്ട്. അനുനെ കണ്ടാൽ ഇപ്പൊ ഒരു ബാർബി ഡോൾ പോലെ തന്നെ ഉണ്ട്. 65 വയസ്സുള്ള ബാർബി ഡോൾ. ഈ ബാർബി ഡോളിന് പ്രത്യേകത ഉണ്ട്, മുറുക്കാത്തിന്റെ. ബാറ്ററി ഉണ്ടാ ഒരു ഗീർ പുകല മേടിച്ചു കൊടുത്താ പുകല പല്ലയിലിട്ട് ഇങ്ങനെ ഉരയ്ക്കുമ്പോ ചാർജാണ്. വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അങ്ങനെ ഷിയാസിന്റെ വിശേഷം നമ്മൾ കേട്ടു. പിന്നെ സുധിച്ചേട്ടന്റെ കാര്യങ്ങൾ എങ്ങനെയാണ് ലൈഫിൽ പെണ്ണ് കണ്ടിട്ടുണ്ടോ? തളരരുത് രാമൻകുട്ടി, തളരരുത്.
കലാകാരനല്ലാത്തവരെ സമൂഹം അംഗീകരിക്കില്ല. നീ സമാധാനിക്കും. അത് ഈ അഴകിയ രാവണല്ലേ മമ്മൂക്കയായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടെങ്കിൽ ബന്ധം വരും. മമ്മൂക്ക ഞാൻ സൗന്ദര്യത്തിൽ ഒരുപോലെ ആയതുകൊണ്ട് നിനക്ക് അങ്ങനെ തോന്നിയത്. അത് അഴകിയ രാവണൻ, ഇത് അഴുകിയ രാവണൻ. അത് അഴകിയ രാവണൻ, ഇത് അഴുകിയ രാവണൻ. ഞാൻ പരിചയപ്പെടുത്താം, ഇത് ചിത്തു. ചിത്തു ഫ്രം തൃശ്ശൂർ. ഉണ്ട്. എന്റെ വീടിന്റെ തൊട്ടപ്പുറത്താ. അതൊരു കുറവല്ല, അത് നല്ലവനാ. തൽക്കാലം ഇത്രയും മതി. വരട്ടെ. ഇവിടുന്ന് പോയാൽ ഞാൻ തിരിച്ചു വരും. കണക്കുകൾ ഒരുപാട് തീർക്കാൻ.